പ്രൈസ് ദി ലോർഡ്. ഫിലദൽഫിയ ഫാമിലി മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് വ്യത്യസ്തമായിരിക്കുന്ന ചില ആശയങ്ങളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒരുപാട് പുരോഗമനം വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസപരമായി മനുഷ്യർ വളരെ ഉന്നത നിലവാരത്തിലാണ്. കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ജീവിത രീതികളും എല്ലാം തന്നെ ഉന്നതമാണ്. എല്ലാ നിലകളിലും അതിൻ്റെതായിരിക്കുന്ന പുരോഗമനവും വികസനവും ആളുകളിലുണ്ട്. വ്യക്തികളിൽ, സമൂഹത്തിൽ, എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ആ ഒരു വശത്തൂടെയൊക്കെ നന്നായി പോകുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് പലരും പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്ഥിതിവിശേഷം. എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു വന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷൻ ചാനലിലൂടെ, സ്വന്തം പത്രങ്ങളുണ്ടെങ്കിൽ അതിലൂടെ, അതായത് ആളുകൾക്ക് ആശയങ്ങൾ എത്താൻ കഴിയുന്ന വഴികൾ, മാധ്യമങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിലൂടെയൊക്കെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുറന്നു പറച്ചിൽ നടത്തുന്നവരിൽ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആളുകളുണ്ട്. സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗത്തിൽ ഇരിക്കുന്ന, വ്യത്യസ്തങ്ങളായിരിക്കുന്ന പദവികളെ അലങ്കരിക്കുന്ന എല്ലാ ആളുകളും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക മേഖലയാണ് ഈ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. പ്രത്യേകാൽ ചിലർ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥരായി വിരമിച്ചവർ, രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാ തരത്തിലുമുള്ള ആളുകൾ അവരുടെ പറച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. അവരുടെ ഔദ്യോഗിക കാലഘട്ടത്തിൽ ആയിരുന്നപ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അന്ന് അത് പറയാൻ അവരുടെ നിയമങ്ങൾ അനുവദിച്ചിരുന്നില്ല. അവരെവിടെയാണോ ജോലി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യവുമായിട്ടായിരുന്നോ പോയിക്കൊണ്ടിരുന്നത്, അവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. എല്ലാം ഒന്നും പറയാൻ അനുവാദമില്ല. സത്യമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും, എങ്കിലും പറയാൻ അനുവാദമില്ല. അങ്ങനെയുള്ള പല മേഖലകളുമുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അന്ന് അനുവാദമില്ലാതിരുന്നത് അതിൻ്റെ പരിധിയിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ എല്ലാം പച്ചയ്ക്കങ്ങ് പറയാം. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ പറച്ചിലിനകത്ത് ഒരിക്കലും ഒരു സുഖകരമായ കാര്യങ്ങളല്ല അവതരിപ്പിക്കുന്നത്. അതാണ് സത്യം. ഇന്നലകളിൽ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അവഗണന, തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേദന എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവ് അനുഭവങ്ങളെയാണ് നാട്ടുകാരോട് പറയുന്നത്. അത് സോഷ്യൽ മീഡിയ വഴിയോ പുസ്തകമായോ ഏത് വിധേനയും അവതരിപ്പിക്കുന്നത് നെഗറ്റീവ് അനുഭവങ്ങളെയാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹപ്രവർത്തകരിങ്ങനെയായിരുന്നു, എൻ്റെ മേലുദ്യോഗസ്ഥരിങ്ങനെയായിരുന്നു, ഞാൻ ജോലി ചെയ്തിരുന്ന എൻ്റെ സ്ഥാപനം, അതിൻ്റെ മേധാവികൾ അവരങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അതിങ്ങനെ എന്നോട് ചെയ്തിട്ടുണ്ട്, അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് അന്ന് വേദനയായി എന്നെല്ലാം പറഞ്ഞ് ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം. എന്നും എക്കാലത്തും രഹസ്യാത്മകമായിരിക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അതെല്ലാം കേൾക്കാൻ ആകാംക്ഷയുള്ള ഒരുപാട് ആളുകൾ എന്നും എക്കാലത്തും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തുറന്നു പറച്ചിലുകൾ കേൾക്കാൻ ആളുകൾക്കൊന്നും ഇഷ്ടമാണ്. എന്താണ് ഇയാൾ പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വലിയ താല്പര്യമാണ് ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ പറച്ചിലുകൾ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ഇന്നലകളിലെ ദേഷ്യം, സങ്കടം,
ഇവിടെ വൈരാഗ്യം ഒക്കെ തീർക്കുകയാണ് ഈ തുറന്നു പറച്ചിലിലൂടെ. അതാണ് സത്യത്തിൽ നടക്കുന്നത്. നമ്മൾ ഏത് കാര്യം എടുത്തു, ഇന്നലകളിൽ നമുക്കറിയാവുന്ന ഏത് വ്യക്തികളുടെ തുറന്നു പറച്ചിലുകൾ എടുത്തു, അതിനകത്തെല്ലാം പറയുന്നത് ഞാൻ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന വ്യക്തികളാൽ ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, മരിച്ചാലോ എന്ന് പോലും ചിന്തിച്ച ഒന്നിലധികം സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇത് പറയുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രതിഫലനം എന്താ സംഭവിക്കുന്നത്? അന്ന് പറയാൻ പറ്റാതിരുന്ന ആളുകൾ ഇത് കാണുകയോ വായിക്കുകയോ ചെയ്താൽ അവർ മനസ്സിലാക്കണം, നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കണം, അവരെ വേദനിപ്പിക്കണം. അതാണ് ഈ തുറന്നു പറച്ചിലുകളുടെ എല്ലാം ഉദ്ദേശം. ഇനി നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യമാണ് നടന്നതെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. അവർ കുറ്റക്കാരാണ്, അവർക്ക് നല്ല ശിക്ഷ കിട്ടണം. ഈ ഒരു ലക്ഷ്യം കൂടെയാണ് ഈ തുറന്നു പറച്ചിലുകളുടെ എല്ലാം പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് ഏതെങ്കിലും വ്യക്തിയോടാണോ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അവതാരകനോടായിരിക്കും സംസാരിക്കുന്നത്. അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടായിരിക്കും പറയുന്നത്. ഇനി ഇതൊന്നുമല്ല, സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു അവതാരകൻ്റെ ആവശ്യമില്ല, തനിയെ വന്നിരുന്നുകൊണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ആരുടെയും സഹായം ആവശ്യമില്ല. അങ്ങനെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സങ്കടവും ദേഷ്യവും അങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങളെല്ലാം ഇവിടെ തുറന്നങ്ങ് വിടുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പം എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെയാണ് അല്ലേ? അതിന് ആ ആരോപണ വിധേയരായ വ്യക്തികളോ സ്ഥാപനമോ ഏതെങ്കിലും നിലയിൽ ശിക്ഷിക്കപ്പെട്ടാൽ എനിക്ക് സന്തോഷം എന്നുള്ള നിലയിലാണ്. ആയിക്കോട്ടെ, ഒരു പക്ഷേ തുറന്നു പറയുന്നവരെ സംബന്ധിച്ച് അവർക്കത് പറയേണ്ടത് ആവശ്യമായിരിക്കാം. അതിലൂടെ അവർക്കൊരു പക്ഷേ അവർക്ക് അന്ന് തടയപ്പെട്ട നീതി, ഒരു പക്ഷേ അവർക്ക് തടയപ്പെട്ട ന്യായം തിരികെ കിട്ടുന്നതിന് വേണ്ടി കൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്. ആയിക്കോട്ടെ, ലോകം അങ്ങനെയാണ്. എന്നാൽ ഞാനൊരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വീണ്ടും ജനിച്ച വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തെ ദൈവവചനം മുഖാന്തരം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് തുടർന്ന് പറയാൻ പോകുന്നത്. ശരിക്കും ആരോടാ പറയേണ്ടത്? ഈ തുറന്നു പറച്ചിൽ ആരോടാണ് നടത്തേണ്ടത്? മനുഷ്യനോടാണോ അതോ ദൈവത്തോടാണോ? ഇതൊരു ചോദ്യമാണല്ലേ. സത്യത്തിൽ ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മനുഷ്യരോട് പറയേണ്ട കാര്യങ്ങളുണ്ട്. മനുഷ്യരോട് പറയേണ്ട കാര്യങ്ങൾ മനുഷ്യരോട് പറയുക തന്നെ വേണം. ദൈവത്തോട് പറയേണ്ട കാര്യങ്ങളുമുണ്ട്, അത് ദൈവത്തോടും പറയണം. പക്ഷെ ചിലർ പറയാറുണ്ട്, എനിക്ക് മനുഷ്യരോട് യാതൊരു കടപ്പാടുമില്ല, മനുഷ്യനെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് ദൈവവുമായിട്ടാണ് എൻ്റെ ബന്ധവും എൻ്റെ കടപ്പാടും ഒക്കെ. ശരിയാ. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ സമൂഹ ജീവി എന്ന നിലയിൽ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ ആളുകൾക്കും അവർക്ക് ഏതെങ്കിലും ആത്മാർത്ഥ ബന്ധങ്ങളില്ലാതിരിക്കില്ല. ഒറ്റയാന്മാരായി ജീവിക്കുന്നവരുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ലെങ്കിലും ഒരു ഭൂരിഭാഗം ആളുകളും സമൂഹ ജീവികൾ തന്നെയാണ്. അത് പറഞ്ഞാൽ അവർക്ക് സുഹൃത്തുക്കളുണ്ടാകും, സുഹൃത്തുക്കളുമുണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാ സങ്കടങ്ങളും എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ലെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് വിശ്വസിക്കാവുന്ന ആളുകളോട് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളെ, ആശങ്കകളെ, പരിഭ്രമത്തെ തുറന്നു പറയുന്നത് നല്ലത് തന്നെയാണ്. കാരണം അങ്ങനെ പറയുമ്പോഴാണ് മനുഷ്യൻ കുറച്ച് ആശ്വാസം പ്രാപിക്കുന്നത്. കൗൺസലിംഗ് എന്ന് പറയുന്ന പ്രത്യേക മേഖല അതിനുവേണ്ടി തന്നെയുള്ളതാണ്. അതിൽ പ്രത്യേകമായി പഠിച്ച് വൈദഗ്ധ്യം നേടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പലരും പറയാറുണ്ട്, അവരുടെ അടുക്കൽ വരുന്ന ആളുകൾ പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാണ്. അവരുടെ അടുത്ത് വന്ന് കൗൺസിലർ അവരോട് പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതിനെ നാനാവശങ്ങളെ പ്രത്യേകമായി ചോദിക്കുമ്പോൾ ഈ വ്യക്തികൾ ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട്, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് ഒരാശ്വാസം തോന്നുന്നു. കാരണം നാളുകളായി എനിക്ക് പറയാൻ കഴിയാതെ ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന അനേക സങ്കടങ്ങളാണ് ഞാനിപ്പോൾ താങ്കളുമായി പങ്കുവച്ചത്. പറഞ്ഞപ്പോൾ തന്നെ പകുതി ഭാരം മാറി എന്ന് പലരും പറയുന്നതായിട്ട് ഇന്നലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പരമാർത്ഥമാണ്, അതൊരു സത്യമാണ്.
അപ്പോൾ നോക്കൂ, ഈ ലോകത്തിൽ സുഹൃത്തുക്കളെന്ന് കരുതുന്നവരുമായി ചില കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ, തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോൾ, ഹൃദയം തുറന്നപ്പോൾ ആശ്വാസമായെങ്കിൽ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ഉടയവനായ ദൈവത്തോട് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറെ കൂടെ ആശ്വാസം ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കണം. പിന്നെ എല്ലാവരെയും പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് എല്ലാം പറയാനും പറ്റുകയില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വേദഭാഗങ്ങൾ ഞാനൊന്ന് പരാമർശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നോക്കൂ, ആദ്യത്തെ വാക്യം ഞാൻ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ് വായിക്കുന്നത്. അതിങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കൂ, തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിന്നാണ്. അപ്പോൾ ഇവിടെ ആരോടാ പാപങ്ങളെ ഏറ്റു പറയുന്നത്? ദൈവത്തോടുമുണ്ട്, അപ്പോൾ തന്നെ മനുഷ്യനോടുമുണ്ട്. ഇത് രണ്ടും ഒരേപോലെ ചെയ്യുന്നൊരു സന്ദർഭമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നത്. ഇനി 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ അവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യനോടല്ല, ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ തുറന്നു പറയാൻ, ഏറ്റു പറയാൻ തയ്യാറായാൽ, ഇവിടെ കുറ്റങ്ങൾ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ പാപത്തെ പോക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ മറ്റ് പലയിടങ്ങളിലും പറയുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഭാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാക്യമുണ്ട്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവിടുന്ന് ഒരു നാൾ സമ്മതിക്കുകയില്ല എന്നും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് അവിടെ പറയുന്നു. വീണ്ടും 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം തന്നെ പാപം ഏറ്റു പറയുന്ന കാര്യങ്ങളാണ്. പാപം മാത്രമല്ല, ഭാരത്തെ, ആകുലതകളെ, സങ്കടങ്ങളെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളെയും കൊടുക്കേണ്ടത് ശരിക്കും ദൈവത്തിങ്കിലേക്ക് തന്നെയാണ്. കാരണം ഭാരം ചുമക്കാമെന്നൊരു വാക്ക് തന്ന ദൈവം മാത്രമാണ്. കാരണം ഒരു മനുഷ്യന് നമ്മുടെ ഭാരം ചുമക്കാമെന്നൊന്നും ഒരിടത്തും ഒരു ധാരണയില്ല. കൗൺസിലർമാരാരും നമ്മുടെ ഭാരം ചുമക്കാൻ വേണ്ടിയിരിക്കുന്നവരൊന്നുമല്ല. നമ്മളവരോട് ഭാരം പറയുമ്പോൾ അവർക്കറിയാവുന്നൊരു പരിഹാരം നമുക്ക് തരുന്നു മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കൗൺസിലർമാരും അവരുടെ അടുക്കൽ വരുന്ന ആരുടെയും ഭാരം ചുമന്നുകൊണ്ട് നടക്കില്ല. അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കില്ല. ലോകത്തിലെ സകലമാന മനുഷ്യരുടെയും അല്ലെങ്കിൽ വിഷമ പ്രതിസന്ധികളിലൂടെ, അവഗണനകളിലൂടെ, വേദനകളിലൂടെ, നിരാശകളിലൂടെ കടന്നു പോകുന്ന ഏത് വ്യക്തിയുടെയും ഭാരം ചുമക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന, എന്നെപ്പോലെ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്നാണ് വചനം പറയുന്നത്. എല്ലാം അവിടുത്തെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവരുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്നാണ് തിരുവചനം പറയുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, തുറന്നു പറച്ചിലുകളുടെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഹൃദയത്തിൽ പലതും പറയാനുണ്ടാവും. പക്ഷേ അത് പറഞ്ഞ് ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ നമുക്ക് ഇന്നലകളിൽ വേദന തന്ന ആളുകളെക്കുറിച്ച് ഇന്ന് പരാമർശിക്കുന്നത് കൊണ്ട് അതൊരു പരിഹാരമാകുന്നില്ല. ആ വ്യക്തിയെ ഒന്നുകൂടെ നമുക്ക് വിഷമിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ ബുദ്ധിമുട്ടിലാക്കാമെന്ന് മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന നീറുന്ന പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ മാനസിക സംഘർഷത്തിൽ ഒരു ശാശ്വതമായ പരിഹാരമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത്, നമ്മുടെ ഹൃദയം തുറക്കേണ്ടത്, നമ്മുടെ ഭാരം ഇറക്കി വെക്കേണ്ടത്, ഭാരമെല്ലാം ചുമക്കാം എന്ന് പറഞ്ഞ ദൈവത്തിങ്കിലേക്കാണ്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയാണ്. അതിനാൽ എല്ലാവരും ഈ സത്യം ഒന്ന് മനസ്സിലാക്കൂ. പറയാനുള്ളതെല്ലാം
ഈ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവൻ്റെ അടുക്കൽ, ഭാരം ചുമക്കാമെന്ന് പറഞ്ഞവൻ്റെ അടുക്കൽ സകലവും ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരാശ്വാസമുണ്ടാകും. അത് ഉറപ്പാണ്. ഈ ഉറപ്പ് തരാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യർക്കാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നമുക്കും അവിടത്തേക്ക് അടുത്ത് ചെല്ലാം. പറയാനുള്ളതെല്ലാം ദൈവത്തോട് നമുക്ക് പറയാം. ആ ദൈവം നമ്മളെ പൂർണ്ണമായും ശക്തീകരിച്ച് ആശ്വസിപ്പിച്ച് ഒരു പുതിയ ഉണർവ് തന്ന് ജീവിതത്തിൽ മുന്നേറാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.